നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഇതിൽ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത ആക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഓൾറെഡി കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ അടുത്ത ലെവലിലേക്ക് എന്താണ് ഇനി അവർ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. പിന്നെ ഒട്ടും കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് വരുമോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുമോ എന്നൊക്കെ രീതിയിലും നമുക്ക് നോക്കാം. രണ്ടും എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം നോ കോണ്ടാക്ട് ആൾക്കാർക്കുള്ളത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കോണ്ടാക്ട് ഉള്ളവർക്ക് എടുക്കാം. ഓക്കെ, ആദ്യത്തെ പാർട്ട് നോ കോണ്ടാക്ട് ആൾക്കാർക്കായിരിക്കും. സെക്കൻഡ് പാർട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നമുക്ക്. ഓക്കെ, സോ ആദ്യം നോ കോണ്ടാക്ട് ഉള്ളവർക്ക് നിങ്ങൾക്കൊരു കോണ്ടാക്ട് വരുമോ, പേഴ്സണിൻ്റെ ഭാഗത്ത് എന്താ ഉണ്ടാവുക നോക്കാം. എംപ്രസ് ആണ് കാർഡ് കാണിക്കാൻ പാടില്ല, സോറി. ഓക്കെ, 5 of Swords, 4 of Swords, World card, 9 of Cups, King of Wands, 8 of Wands, okay, 8 of Swords. ചില കാർഡ്സ് കാണിക്കാൻ പാടില്ല. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആൻഡ് 2 of Cups ഉണ്ട് ബോട്ടം. ഓക്കെ, സോ നോ കോണ്ടാക്ട് ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അവരെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ്. ഓക്കെ, അവർ നിങ്ങളെ കാണുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് അത്രയും അവർക്ക് അട്രാക്ഷൻ, പാഷൻ, നിങ്ങളോട് റെസ്പെക്റ്റ്, സ്നേഹം, എന്തൊക്കെ വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ല. ഓക്കെ, കാരണം ഇവിടെ എംപ്രസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. എംപ്രസ് ആൻഡ് ഇവിടെ 9 of Cups ഉണ്ട്. സോ വിഷ് അവരുടെ ഒരു ഡ്രീം എന്ന് പറയാം, ഒരു വിഷ് എന്ന് പറയാം. ഓക്കെ, അവരുടെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വ്യക്തി, നമ്മൾ പറയില്ലേ, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഇന്നതായിരിക്കണം നമ്മുടെ ലൈഫിൻ്റെ പാർട്ട്ണർ എന്ന് ചിന്തിക്കില്ലേ, ആ രീതിക്കുള്ള ഒരു വിഷ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളെ അവർ വളരെ നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് അവരുടെ മനസ്സിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥാനമാണ് അവർ തന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ യെസ് ഇപ്പോൾ സെപ്പറേഷൻ കാണുന്നുണ്ട്. എനിക്ക് നോ കോണ്ടാക്ട് കാണുന്നുണ്ട്. 5 of Swords ആൻഡ് 4 of Swords ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ടോട്ടൽ നോ കോണ്ടാക്ട് ആയിരിക്കും. ഇവിടെ എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോറി, എൻഡിങ് എന്ന രീതി കാണുന്നുണ്ട്. ഇവിടെ ഒരു യെസ് വേൾഡും ഉണ്ട്. സോ ഒരു എൻഡിങ്, വളരെ സ്ട്രോങ് ആയിട്ടൊരു എൻഡിങ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അധികം കാലം നിൽക്കില്ല. ഓക്കെ, ഈ എൻഡിങ്, ഈ ഒരു സെപ്പറേഷൻ അധിക കാലം നിൽക്കില്ല നിങ്ങൾ പേഴ്സൺ. കാരണം അവർക്ക് അത്രയും പാഷൻ ഉണ്ട് നിങ്ങളോട്. നിങ്ങളെ കാണുന്നത്, ഞാൻ പറഞ്ഞു, നിങ്ങളെ ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഇത് കാണുന്നവർ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ തമ്മിലും ഒരു സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു തിരിച്ചു വരവ് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഞാൻ പറയാം അഗെയിൻ. ഇവിടെ കോൺഫ്ലിക്റ്റ് വന്നിട്ടുള്ളത് മേ ബി ഔട്ട്സൈഡ് എനർജീസ് കാരണം, അതായത് മറ്റുള്ളവർ ഇടപെടലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലോ ആയിരിക്കാം. കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ ആക്ച്വലി 2 of Cups എനർജിയാണ്. ഓക്കെ, 2 of Cups ആണ്, എംപ്രസ് ഉണ്ട്, 9 of Cups ഉണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി, നിങ്ങൾ തമ്മിൽ വളരെയധികം അറ്റാച്ച്മെൻ്റ് ആണ്. നിങ്ങൾ തമ്മിൽ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ പേഴ്സണിന്. നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ്, ശരിക്കും നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. സോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മേ ബി തേർഡ് പാർട്ടീസ്, ഓക്കെ, നിങ്ങൾ മാരീഡ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഈവൻ സിംഗിൾസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. സോ ആ ഒരു എനർജി മാത്രമേ ഇവിടെ പ്രോബ്ലം ഉള്ളൂ. അത് കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നത്, എൻഡിങ് വന്നത്. ചിലപ്പോൾ 1 person മാരീഡ്, 1 person സിംഗിൾ, അങ്ങനെയാവാം. ഓക്കെ, ഒരാൾ മാരീഡ് ആയിരിക്കും, നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ മാരീഡ് ആയിരിക്കും, ഒരാൾ സിംഗിൾ എന്ന രീതിക്കും കാണുന്നുണ്ട്. സോ ഇവിടെ 2-3 സിനാരിയോ ഞാൻ പറഞ്ഞു. ബട്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നത് തേർഡ് പാർട്ടി കാരണമാണ്. തേർഡ് പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ സീക്രട്സ് എന്ന രീതിക്ക് പറഞ്ഞോളൂ. ഓക്കെ, മേ ബി ഫാമിലി സമ്മതിക്കാതെ അങ്ങനെയൊക്കെ ആവാം. സോ ഇവിടെ ഒരു എൻഡിങ് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ബട്ട് കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ് എന്നും കാണുന്നുണ്ട് എനിക്ക്. സോ മേ ബി തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായിരിക്കാം, അല്ലെങ്കിൽ അവർ മാരീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അവർ സ്റ്റക്കായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ 8 of Swords ആയിരുന്നു, ഇത് 8 of Wands ആണ്. ഓക്കെ, നമ്മൾ 8 of Swords പറയുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പെട്ട് നിൽക്കുന്നു, സ്റ്റക്കാണെന്ന് പറയും. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് പുറത്ത് വരാൻ നമ്മൾ സ്വയം ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും എന്ന രീതിയിലാണ്. കാരണം പലത് ശരിക്കും നമ്മളെയൊക്കെ തടയുന്നത് എപ്പോഴും നമ്മുടെ പേടികൾ തന്നെയാണ്. ഓക്കെ, യെസ്, മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യം
നമ്മുടെ ഉള്ളിൽ തന്നെ വരണം അല്ലേ, പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായാലും എന്തിനായാലും ഓക്കെ. പക്ഷെ ഇവിടെ എന്തായാലും ഒരു ഓവർകം ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് എനിക്ക് കാണുന്നുണ്ട്. 8 of Wands ആണ്, ഒരു ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് നിങ്ങളുടെ സിറ്റുവേഷനിൽ വരും. നിങ്ങളെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നുള്ളത് കാണുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ നോ കോൺടാക്ട് ഇപ്പോൾ, പക്ഷെ അത് അധിക കാലം നിൽക്കില്ല ഓക്കെ. ഇത് ഒരു ഫേസിന്റെ എൻഡിങ് ആയിട്ട് എടുത്തോളൂ. അതായത് നമ്മൾ പറയില്ല ചില സമയത്ത് ചില എൻഡിങ് ആവശ്യമാണ് എന്ന് പറയും, കാരണം അവിടെ ഒരു മാറ്റം വരാനുണ്ട്, ഒരു ചേഞ്ച് അവിടെ വരണം, അതുകൊണ്ടാണ് ഓക്കെ. മേ ബി ഇതൊരു സ്പിരിച്വൽ ഒരു എന്താ പറയുക യൂണിവേഴ്സായിട്ട് ചെയ്ത ഒരു കാര്യം കൂടി നമുക്ക് പറയാം, ചിലപ്പോൾ അങ്ങനെയാവാം. സോ നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം തിരിച്ചു വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്ന, കോൺടാക്ട് വരും. ഞാനിപ്പോൾ ഇത് അടുത്ത ഒരു കാര്യം ചെയ്യാം, ഒരു എനർജി പിടിച്ചിട്ട് നെക്സ്റ്റ് ഇതിപ്പോൾ എത്രയാണ് നമ്മുടെ ഡേറ്റ്, അറൗണ്ട് 20-21 അല്ലേ ഓക്കെ. ഈ മാസം അവസാനം വരെ എടുക്കാം നമുക്ക്, September 1 ഉള്ളിൽ ഓക്കെ വരുമോ നോക്കാം, ജസ്റ്റ് ഒരു കോൺടാക്ട് ഉണ്ടാവുമോ നോക്കാം, അടുത്ത 10 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ന രീതിയിൽ ഓക്കെ. എനിക്ക് എന്താ കിട്ടുന്നത് നോക്കട്ടെ, പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺടാക്ട് ഉണ്ടാവുമോ. 8 of Pentacles, 6 of Pentacles, one more card please, 7 of Pentacles ഓക്കെ. ഒരല്പം സ്ലോ ആണ് എനർജി ഓക്കെ. ബാലൻസ് വരും എന്ന് കാണുന്നുണ്ട്, എഫേർട്ട് ഇടും. നിങ്ങളുടെ പേഴ്സൺ മേ ബി ഇപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും, അവരുടെ സ്റ്റെബിലിറ്റിയിലേക്ക് എഫേർട്ട് കൊടുക്കുന്നുണ്ടാവാം, അവർക്ക് വേറെയും കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടാവാം. സോ ഇവിടെ കൂടുതലും പെൻറ്റക്കിൾ എനർജിയാണ്. കോണ്ടാക്റ്റ് വരും, പക്ഷെ ഒരല്പം സ്ലോ ആണ്, നിങ്ങളോട് കുറച്ച് ഒന്ന് ക്ഷമ വെച്ചിരിക്കാൻ പറയുന്നുണ്ട്. സോ ഈ 10 ഡേയ്സ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല, ഒരു 10 ഡേയ്സ് അല്ല, ചിലപ്പോൾ അതിൽ കൂടാം ഓക്കെ. നമ്മളിപ്പോൾ എടുത്ത 10 ഡേയ്സിൽ ചിലപ്പോൾ സാധ്യത മേ ബി നിങ്ങൾ മൈൻഡ് എത്രത്തോളം പോസിറ്റീവ് ആക്കിയിരിക്കുന്നു അതിനനുസരിച്ച്. കാരണം ഇവിടെ പോസിറ്റീവ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു വെയിറ്റിംഗ് എനർജി കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം ഡിലേ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഭാഗത്ത്, പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യാം, സറണ്ടർ ചെയ്യാം ഓക്കെ. വരുന്നെങ്കിൽ വരട്ടെ എന്ന രീതിക്ക് നിങ്ങൾ വിട്ട് കളഞ്ഞ് നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അങ്ങനെ ആവുമ്പോൾ ഈ എനർജിയിലൊരു ചേഞ്ച് പെട്ടെന്ന് വരും, വേഗം വരും ഓക്കെ. അങ്ങനെ മനസ്സിലാക്കാതെ നിങ്ങളുടെ കയ്യിൽ കൂടി ഇതിൻ്റെ ഒരു പവർ ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും കോൺടാക്ട് വരും. നിങ്ങളുടെ പേഴ്സൺ കോൺടാക്ട് ചെയ്യും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എനിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അവരെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും. പക്ഷെ അതൊരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും, പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ യെസ്, ഇവിടെ 8 of Wands ഉണ്ട്, നമുക്ക് കാണുന്നത് ഫാസ്റ്റ് മൂവിങ് ആണ് ഓക്കെ. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മേ ബി കുറച്ച് ആലോചിച്ച് ചിന്തിച്ച് ഒരല്പം ഡിലേ വരാനുള്ള ഒരു ചെറിയൊരു സാധ്യത കൂടിയുണ്ട്. 10 ഡേയ്സ് അല്ലെങ്കിലും എന്തായാലും എത്രയും പെട്ടെന്ന് വരും ഓക്കെ. ഞാൻ ടൈമിങ്ങിൻ്റെ ഓറക്കിൾ വേറെ എടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ നോക്കായിരുന്നു. ഓക്കെ, എന്തായാലും ടൈമിങ് എടുത്തില്ല പോട്ടെ ഓക്കെ. ഇനി കോണ്ടാക്ട് ഉള്ളവർക്ക്, നിങ്ങൾ ഓൾറെഡി കോണ്ടാക്ട് ഉള്ളവർ, സംസാരിക്കുന്നവർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് എന്താണ് നമുക്ക് നോക്കാം. ഷഫ്ലിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിലും ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഷഫ്ലി മോശം ഓക്കെ. ലെറ്റ്സ് സീ, നിങ്ങൾ ഓൾറെഡി കോണ്ടാക്ട് ഉള്ളവർക്ക് നിങ്ങളുടെ പേഴ്സണിന്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക. 3 of Swords കാണുന്നുണ്ട്, 7 of Swords ഉണ്ട്, ഡെവിൾ എനർജി, ഡെത്ത് കാർഡ് ഓക്കെ, 8 of Cups, 8 of Wands നിങ്ങൾക്കും ഉണ്ട്, 3 of Wands ഓക്കെ. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് തേർഡ് പാർട്ടി എനർജിയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ. ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട് എനിക്കിവിടെ. നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട് ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ട്. സെപ്പറേഷൻ ഒന്നും എനിക്ക് സെപ്പറേഷൻ എന്ന് വിളിക്കാനില്ല, മേ ബി ഒരു ചെറിയൊരു അകൽച്ച ഉണ്ടാവാം, ബട്ട് സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു നിങ്ങളുടെ ഇടയിൽ ഓക്കെ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. കോണ്ടാക്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് അറിയാം, തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ലൈക്ക് ഹാർട്ട് ബ്രേക്ക് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ. നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ചതിച്ചു, അവർ വേറെ തേർഡ് പാർട്ടിയിൽ ചൂസ് ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾ നല്ലോണം വിഷമിച്ചിട്ടുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ചീറ്റിംഗ് എനർജി വളരെ 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 സ്ട്രോങ് ആണ്. ഡെവിൾ എനർജി
ഡെവിളും ഉണ്ട് ഇവിടെ. ഡെവിളും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി, അതൊരു സെക്ഷൽ റിലേഷൻഷിപ്പായിട്ട് വന്നിട്ടുണ്ടാവാം, വേറൊരു തേർഡ് പാർട്ടി ലൈക്ക് ആരും ആവാം. ഓക്കെ, പക്ഷെ അത് കൂടുതലും എനിക്കൊരു സെക്ഷൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, റൊമാൻറ്റിക് എന്ന് വിളിക്കുന്നില്ല, ഒരു വേറെ റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്, ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ കാരണം 3 എനർജി ഒരുപാടുണ്ട് ആൻഡ് ചീറ്റിംഗ് എനർജി നല്ലോണം ഉണ്ട് ഇവിടെ. ഓക്കെ, സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ അത് റീസെന്റ് പാസ്റ്റ് ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ഓൾറെഡി ഓക്കെ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ തമ്മിൽ നടന്ന് കാണും ഈ പേരിൽ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ തമ്മിൽ അത് പറഞ്ഞ് ഐ തിങ്ക് ഒരു വഴക്കോ പ്രശ്നങ്ങളോ വന്നു കാണും. ബട്ട് ഐ തിങ്ക് ഇപ്പം എനിക്ക് കാണുന്നത് ഇവിടെ ഡെത്ത് ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. അതായത് ഒരു സിറ്റുവേഷൻ അവസാനിച്ച് ഒരു പുതിയ തുടക്കം വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി അവസാനിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എൻഡായി പോകുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റം വരുന്നുണ്ട്, അവർ മാറിയിട്ടുണ്ട്, മാറാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറിയിട്ടുണ്ട്. തേർഡ് പാർട്ടി വിട്ട് കളഞ്ഞ പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. തേർഡ് പാർട്ടി ഇല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് എനിക്ക് കാണുന്നത്. 9 of Cups, 8 of Wands, 3 of Wands. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പ്ലാൻ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെതായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളോട് പീസ്ഫുൾ ആയിട്ടും. ആക്ച്വലി 3 എനർജി, വാവ്, മൈ ഗുഡ്നസ്. ഉഫ്, ഇനി 3, 1, 2, 3 അല്ല 1, 2, 3 എല്ലാം കാണിക്കുന്ന ആക്ച്വലി ചീറ്റിംഗ് എനർജി വളരെ ഹൈ ആണ്. തേർഡ് പാർട്ടി എനർജി ഒരുപാട് സ്ട്രോങ് ആണ്. പക്ഷെ ഇത് പാസ്റ്റ് കണക്ഷൻ ആണ്, പാസ്റ്റ് അല്ലെങ്കിൽ അവർ വിട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളെയും തമ്മിലൊരു ചോയ്സ് വന്നിട്ടുണ്ടായിരുന്നാണെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി തീർച്ചയായിട്ടും എൻഡ് ആവുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി കൺഫർമേഷൻ എടുക്കാം വേണമെങ്കിൽ. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്ന രീതിക്ക് പേഴ്സൺ ചിന്തിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അവരിവിടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്തു. പാസ്റ്റിനെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നു, വേറെ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ വിട്ടു മാറി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്ക് തന്നെയാണ്. വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത്. ഓക്കെ, അവർക്ക് അവരെ തെറ്റ് മനസ്സിലായി കാണാം. ലൈക്ക് ലിറ്ററലി തേർഡ് പാർട്ടിയുടെ കംപ്ലീറ്റ്ലി ഇതൊരു തേർഡ് പാർട്ടിയുടെ ഭാഗമായി. ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ഉണ്ട്, പക്ഷെ പേഴ്സൺ നിങ്ങളോട് ഉള്ളപ്പോൾ തന്നെ മേ ബി ഒരു തേർഡ് പാർട്ടി കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കാണാം. നിങ്ങൾ നല്ലോണം ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സോറി, ഇത് നിങ്ങൾക്കല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇത് വിട്ട് കളഞ്ഞേക്കൂ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇല്ല അത് എൻ്റെ അല്ല എന്ന് തോന്നിയാൽ ലീവ് ഇട്ട്. ഓക്കെ, ഇന്ന് നിങ്ങൾക്കല്ല, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങളായിട്ട് ഇനി ഉണ്ടോ എന്ന് ഇനിയിപ്പോൾ കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട, വിട്ട് കളഞ്ഞേക്കൂ. തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണോ കാണുന്നത് ഇവിടെ? യെസ്, മൈ ഗുഡ്നസ്, ബ്യൂട്ടിഫുൾ എനർജി. പിന്നെ തേർഡ് പാർട്ടിയുടെ ഇങ്ങനെ കാർഡ് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, തേർഡ് പാർട്ടി വിട്ട് കളയാണ്. ഓക്കെ, ഞാൻ ചോദിച്ചാൽ അതായിരുന്നു, തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണോ എന്ന്. യെസ്, പേഴ്സൺ ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഫീലിങ്സ് നിങ്ങളോടാണുള്ളത്. ഓക്കെ, അവർ മെച്ചുവേർഡ് ആവുന്നുണ്ട് കുറെ കൂടി. അവർക്ക് റിലേഷൻഷിപ്സ് എന്താണ്, സ്നേഹം എന്താണ് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് മെച്ചുവേർഡ് ആവുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്ന ഒരു കാർഡ് കൂടി. ലാസ്റ്റ്, യെസ്, അഗെയിൻ സെയിം കാർഡ് നേരത്തെ വന്നതാണ്. ഓക്കെ, യെസ്, അവർ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാൻ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കോംപ്രമൈസ് ചെയ്ത് പരസ്പരം സംസാരിച്ച് ഓക്കെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു സോറി പറയുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ തേർഡ് പാർട്ടി വിട്ട് മാറുന്നുണ്ട്, അത് ഉറപ്പാണ്. ഓക്കെ, ഒരു ആക്ഷൻ എന്ന രീതിക്ക് ചോദിച്ചാൽ മൂൺ കാർഡ് ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ചില മറിഞ്ഞിരുന്ന കാര്യങ്ങൾ, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മറിഞ്ഞിരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് മേ ബി നിങ്ങൾ തമ്മിലൊരു സംസാരം വരും, ഒരു കോൺടാക്ട് വരും. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് അതിനെക്കുറിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയായിരിക്കാം. ഓക്കെ, പേഴ്സണിന് റിഗ്രറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ജസ്റ്റിസ് കാർഡ് ഉണ്ട് ഇവിടെ. സോ യെസ്, അവർ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ തുറന്ന് സമ്മതിക്കോ എന്ന് എനിക്കറിയില്ല, അതെല്ലാവരും ചെയ്യണമെന്നില്ല. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എഫേർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുകയാണ് ഞാൻ. ഓക്കെ, ലെറ്റ്സ് സീ. അല്ലെങ്കിൽ ഓക്കെ, കാർഡ്സ് വരുന്നതിനനുസരിച്ച് ജസ്റ്റ് പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യം നോ കോൺടാക്ട് ആൾക്കാർക്ക് തന്നെ എടുക്കാം, ആൻഡ് ദെൻ കോൺടാക്ട് ഉള്ളവർക്ക്. ഓക്കെ, നോ കോൺടാക്ട്
ആൾക്കാർക്ക് വരുന്ന കാർഡ്സ് ദ ബട്ടർഫ്ലൈ. ഓക്കെ, വെരി ഗുഡ്. ക്ലോക്ക് ആൻഡ് വൺ മോർ അസെൻഡിങ്. ഓക്കെ, ഗുഡ്. ഇവിടെ നിങ്ങളുടെ വാച്ചിങ് ലുക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നോ കോൺടാക്ട് ആൾക്കാർക്ക് ഓക്കെ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിലും ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ്, നിങ്ങൾ തമ്മിലൊരു സംസാരം, കോൺടാക്ട് വീണ്ടും വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് എന്താ പറയുക അസെൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇടയിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും ശരി, തേർഡ് പാർട്ടി ആവണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് പാരൻസ് ആയിരിക്കാം, മറ്റുള്ളവരായിരിക്കാം, വേറെ ആരെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളാക്കിയതായിരിക്കാം. സോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറിയിട്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നോ കോൺടാക്ട് ഉള്ളവർക്ക് ഓക്കെ പേഴ്സൺ എന്തായാലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. ഓക്കെ, ഇനി കോണ്ടാക്ട് ഉള്ളവർക്ക് എന്താണെന്ന് കൂടി നോക്കാം നമുക്ക്. കോണ്ടാക്ട് ഉള്ളവർക്ക് ദ റണ്ണർ, ക്യൂപിഡ്സ് ആരോ ആൻഡ് നോട്ട് ടുഡേ. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ. നിങ്ങൾക്ക് ആക്ച്വലി തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ മേ ബി ഇനിയും കൂടുതൽ മനസ്സിലാക്കാനുണ്ടാവുമായിരിക്കും നിങ്ങൾ തമ്മിൽ. അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കാം. നിങ്ങൾ കൂടുതൽ കുറച്ചുകൂടി മനസ്സിലാക്കും ഈ സിറ്റുവേഷനെ കുറിച്ച്. പേഴ്സൺ റണ്ണർ എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ശരിക്കും നിങ്ങളോടാണ് ഫീലിങ്സ്. പക്ഷേ മേ ബി നമ്മൾ പറയില്ല, ചില റിലേഷൻഷിപ്പ് ഒരുപാട് അറ്റാച്ച്ഡ് ഒക്കെ ആകുമ്പോൾ ഒരു പേടി കയറും അവരുടെ ഉള്ളിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയതായിട്ടാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി അവർ ഓൾറെഡി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, മാരീഡ് അങ്ങനെ വല്ല ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സോ തേർഡ് പാർട്ടിയിലേക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും ഓടാൻ ശ്രമിച്ചിരുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, ബട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കിങ് ഓഫ് കപ്സ് എനർജി ഞാൻ പറഞ്ഞു. സോ ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, ക്യൂപ്പിഡ്സ് ആരോ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു അമ്പെയ്ത് ക്യൂപ്പിഡ് സ്നേഹത്തിൻ്റെ അത് അമ്പെയ്യുക എന്നൊക്കെ പറയില്ലേ, അത് നിങ്ങളുടെ പേഴ്സണിന് ഇപ്പം നിങ്ങളോടാണ് സ്നേഹം എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർ എന്താ പറയുക സംസാരിച്ച് ചിലപ്പോൾ ശരിയാക്കാൻ അവർ ഞാനതാ പറഞ്ഞു എനിക്കൊരു അവർ അപ്പോളജി എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ ഐ തിങ്ക് ഡീൽ ചെയ്യാൻ തയ്യാറുമല്ല. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ തമ്മിലുള്ള ഒരു പ്രോബ്ലംസ്. അതായിരിക്കും ദറ്റ് പേഴ്സൺ തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ അവർക്ക് സ്നേഹമുണ്ട്, നിങ്ങളെ വേണം, അതൊക്കെ ഉറപ്പ് തന്നെയാണ്. മേ ബി വിത്ത് ടൈം ഓക്കെ അവർ ചേഞ്ച് ആവും. ഒരു കാർഡ് കൂടി നിങ്ങളുടെ അതിൽ കോണ്ടാക്റ്റ് ഉള്ളവർക്ക് കീസ് ഓണറിങ്. യെസ്, മെനി ഓപ്ഷൻസ്. ഓക്കെ, യെസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ് മേ ബി ഇപ്പം ഉണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി പാസ്റ്റിൽ ഇപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ മാരീഡ് സിറ്റുവേഷൻ അങ്ങനത്തെ ആണെങ്കിൽ ഓക്കെ അതാവുമ്പോൾ അത്ര പെട്ടെന്ന് വിട്ട് മാറി വരാനൊന്നും സാധിക്കില്ലല്ലോ. ഓക്കെ, ബട്ട് യെസ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ്. സോ ഐ തിങ്ക് ഇവിടെ കുറച്ചൊക്കെ തീരുമാനം നിങ്ങളുടെ കയ്യിലെടുക്കാം. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണെന്നറിയില്ല, അവർക്ക് ഫീലിങ്സ് ഉണ്ട്. യെസ്, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. സോ നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അല്ല ഇത് മാച്ച് ആവണം എന്നില്ല. ഓക്കെ, മാരീഡ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ആലോചിച്ച് നോക്കൂ. വേറെ ബന്ധങ്ങളാണെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു കാർഡ് കൂടി. സൺഗ്ലാസസ്, വാച്ചിങ്, ലുക്കിംഗ്, സ്റ്റോക്കിംഗ്. നിങ്ങൾ നല്ലോണം ആക്ച്വലി വാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം നിങ്ങൾ തീരുമാനം എടുക്കാം. ഓക്കെ, കോണ്ടാക്റ്റ് ഉള്ളവർക്ക് നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നുണ്ട് പേഴ്സൻ്റെ മേലെ. പക്ഷേ തേർഡ് പാർട്ടി ഇപ്പോൾ സപ്പോസ് ഫാമിലി ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് അത് മനസ്സിലാക്കാം. പക്ഷേ വേറെ ആരെങ്കിലും ആണ്, വേറെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഫീലിങ്സ് ഉണ്ട് യെസ്, പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യൂ. ഓക്കെ, അവർ വരും ചെയ്യും, അവർ മാറട്ടെ. ആക്ച്വലി നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യൂ. അവരുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ റീഡിങ്. നമ്മളെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.